യുഡിഎഫിലെ ഇടതുപക്ഷ നിലപാടുകാരെ ഒരുമിപ്പിക്കാൻ പി.കെ. ശശി, CMP, RMP എന്നിവർക്കൊപ്പം പുതുതായി രൂപീകരിച്ച DMF-ഉം ഉൾപ്പെടുത്തി ഇടതുപക്ഷ പ്ലാറ്റ്ഫോം രൂപീകരിക്കുമെന്ന് പി.കെ. ശശി പറയുന്നു. ഇന്നലെ നടന്ന DMF പാലക്കാട് ജില്ലാ കൌൺസിൽ യോഗത്തിനിടയിലാണ് തീരുമാനം. UDF മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം പി.കെ. ശശി, CP ജോൺ, TK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ഇടതുപക്ഷ ആശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നീക്കമെന്നും പി.കെ. ശശി പറഞ്ഞു. പി.കെ. ശശിയെ DMF ജില്ലാ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. CPIM മടുത്തു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി CPIM വേണ്ട എന്ന നിലപാടിലേക്ക് ഈ കേരളത്തിലെ മനുഷ്യൻ എത്തിയെങ്കിൽ ഇത് ഒരു പുനർവിചിന്തനത്തിന് രാജ്യത്തെ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുന്നത്, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നത് വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. UDF-നകത്തെ ശക്തമായ ഇടതുപക്ഷമായി ഞങ്ങൾ പ്രവർത്തിക്കും. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഇപ്പോൾ UDF-നെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തിന് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം എന്ന രൂപത്തിലാണോ ഇത് വരാൻ പോകുന്നത്? ആരൊക്കെ ഇതിന്റെ ഭാഗമാകുമെന്നാണ് അറിയുന്നത്? പി.കെ. ശശിയുടെ നേതൃത്വത്തിലാണോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നത്? സ്മൃതി, അതായത് CPM-ലെ പാലക്കാട് ജില്ലാ നേതൃത്വത്തോട് കലഹിച്ചും ഇടഞ്ഞും നിന്നിരുന്ന ആളുകളെല്ലാം കൂട്ടിയാണ് പി.കെ. ശശി DMF എന്ന് പറയുന്ന പുതിയ പാർട്ടിക്ക് രൂപം കൊടുത്തത്. ആ പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ യോഗമാണ് ഇന്നലെ നടന്നത്. ആ കൗൺസിൽ യോഗത്തിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. UDF-നകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള, ഇടതുപക്ഷ ആശയമുള്ള നിരവധി പാർട്ടികളുണ്ട്, നിരവധി വ്യക്തികളുണ്ട്. അവരെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോം രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പി.കെ. ശശി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട ചർച്ചകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പി.കെ. ശശിയും DMF നേതാക്കളും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ CMP അതുപോലെ തന്നെ RMPI തുടങ്ങിയിട്ടുള്ള പാർട്ടികളുമായാണ് ചർച്ച നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും വിജയിച്ചിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ അതുപോലെ തന്നെ TK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടി ചർച്ച നടത്തുകയും പിന്നീട് എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് UDF-നകത്തെ ഒരു ഇടതുപക്ഷ ആശയമുള്ള മുഴുവൻ ആളുകളുടെയും പാർട്ടികളുടെയും ഒരു കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോം രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ പി.കെ. ശശിയും DMF-ഉം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. UDF മന്ത്രിസഭ രൂപീകരണത്തിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് പി.കെ. ശശി അതുപോലെ തന്നെ DMF-ന്റെ നേതാക്കളും അറിയിച്ചിട്ടുള്ളത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.